അപ്പോൾ നല്ല ടേസ്റ്റിയായ മീൻകറി ഉണ്ടാക്കിയെടുത്താലോ. അതിനായി ഒരു 12ഓളം ചെറിയുള്ളി, അത്ര തന്നെ വെളുത്തുള്ളിക്കനുസരിച്ചൊരു ഇഞ്ചി കഷ്ണം, ഒരു 2 പച്ചമുളക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തോളി. ചതച്ചെടുത്തിലേക്ക് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. കുറച്ച് വാളംപൊടി വെള്ളത്തിലിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു മൺചട്ടി എടുത്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 തക്കാളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അതിനുശേഷം മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കിലോ മീനുണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീനും പറ്റുട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തോളിയും. കുറച്ച് ആവശ്യത്തിന് വെള്ളം പറഞ്ഞു കൊടുക്കാം. ഇനി മൂടി വെച്ച് നന്നായിട്ടാണ് തിളപ്പിച്ചെടുത്തോളി. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം തുറന്നു നോക്കാം. എന്താ സ്മെല്ല്, അടിപൊളിയാട്ടോ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായ ചതച്ച് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് ഒന്നുടൻ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കാതെ ഇതേപോലെ നല്ലോണം ചുറ്റിച്ചെടുത്തോളി. ഇനി ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൊണ്ട് വെതറി കൊടുക്കാം. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.